ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച ഫോമുകളെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു യു ആർ എല്ലിന്റെ ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അതായത് നമുക്കൊരു വെബ്സൈറ്റിന്റെ പേര് ചേർത്ത് കൊടുക്കാൻ എങ്ങനെ ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മളൊരു ലേബൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ലേബൽ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ ലേബലിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുത്തു. എൻ്റെ വെബ്സൈറ്റ് നെയിം എന്നാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. എന്താണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ഇൻപുട്ട് ടൈപ്പ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇൻപുട്ട്, ഇതിന് നമ്മൾ URL എന്ന ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, URL നമുക്ക് ഇവിടെ വന്ന് ഇതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് URL ആണ്. നമുക്ക് ഇതിന്റെ നെയിം എന്താണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. നെയിം ഞാൻ വെബ്സൈറ്റ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, വെബ്സൈറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ID ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി. അതിനുശേഷം ഞാനൊരു പ്ലേസ് ഹോൾഡർ ചേർത്ത് കൊടുക്കും. പ്ലേസ് ഹോൾഡർ എന്തിനെന്ന് വെച്ചാൽ നമുക്ക് ആ സ്ക്രീനിൽ അല്ലെങ്കിൽ ആ ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ടെക്സ്റ്റ് ആണോ കാണേണ്ടത് അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്ലേസ് ഹോൾഡർ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഞാൻ പ്ലേസ് ഹോൾഡർ നമുക്ക് ഏത് രൂപത്തിൽ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്ന ഫോർമാറ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എക്സാമ്പിൾ ഞാൻ ഇതുപോലെ ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു ബട്ടണും ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ബട്ടണിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ഞാൻ സബ്മിറ്റ് എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ഭാഗം ഞാൻ സേവ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇത് റൺ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ ഇവിടെ ഔട്ട്പുട്ട് നിന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഓക്കെ, എൻ്റർ വെബ്സൈറ്റ് നെയിം എന്ന് നമ്മളിവിടെ ലേബലിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തത് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ നമ്മൾ പ്ലേസ് ഹോൾഡറിൽ എന്താണോ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തത് അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. എക്സാമ്പിൾ നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഈ രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുത്ത് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് കാണിച്ചു തരും പ്ലീസ് എൻ്റർ എ URL, അതായത് കറക്റ്റ് URL എന്ന് ചേർത്ത് കൊടുക്കാൻ ഒരു മെസ്സേജ് നമുക്ക് കാണിച്ചു തരും. ഇനി നമ്മളിവിടെ ഒരു സാധാരണ വെബ്സൈറ്റ് കൊടുക്കുന്ന രൂപത്തിൽ തന്നെ കൊടുത്താലും നമുക്ക് ഈ രൂപത്തിൽ എറർ ആയിരിക്കും കാണിച്ചു തരിക. എന്നാൽ സാധാരണ ഒരു വെബ്സൈറ്റ് എങ്ങനെ ചേർത്ത് കൊടുക്കണം എന്ന ഫോർമാറ്റ്, അതായത് http:// അതിനുശേഷം നമ്മൾ വെബ്സൈറ്റിന്റെ പേര് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ അടുത്ത പേജ് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ കഴിയൂ. ഈ രൂപത്തിൽ നമുക്കൊരു URL എങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നാണ് ഞാൻ ഈ ഭാഗത്ത് പറഞ്ഞത്. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു വീക്ക്, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വീക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, അതായത് ആഴ്ച എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അടുത്ത ഭാഗം പറയാൻ പോകുന്നത്. ഓക്കെ, സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു ലേബൽ ചേർത്ത് കൊടുത്തു. ലേബലിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ വേണ്ടത് ടെക്സ്റ്റ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. സെലക്ട് യുവർ ബെസ്റ്റ് വീക്ക് ഇൻ ദിസ് ഇയർ, എന്താണോ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇൻപുട്ട് ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇൻപുട്ട് നമ്മൾ വീക്ക് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയിം നമുക്ക് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അതും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ID ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം നമ്മളിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. ബട്ടൺ സബ്മിറ്റ് എന്നാണ് ചേർത്ത് കൊടുത്തത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബട്ടണിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് എന്താണോ വേണ്ടത് അതും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത് നമ്മളൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കണം, അതായത് ഈ ഔട്ട്പുട്ട് ഒന്ന് ലോഡ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ വീക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഭാഗം തുറന്നു വന്നിട്ടുണ്ടാവും. ഈ ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിലുള്ള വീക്സ് നമുക്കിവിടെ കാണിച്ചു തരും. ഇതിൽ ഏത് വീക്കാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം. എക്സാമ്പിൾ നമ്മളിവിടെ ഒരു വീക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ വീക്ക് 49 എന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അതായത് മൊത്തം നമ്മുടെ ഇയറിൽ, അതായത് ഓരോ ഇയറിലും എത്ര വീക്ക് വെച്ചിട്ടാണോ വരുന്നത് അത് നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരും. മന്ത് നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് എത്രാമത്തെ വീക്കാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ വന്ന് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വീക്ക് ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ വീക്സുകൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഞാൻ കറക്റ്റ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് ഡിസംബർ 2-ാം തീയതിയാണ്. അപ്പോൾ നമുക്കിവിടെ 49ാമത്തെ ആഴ്ചയാണ് വരുന്നത്. അങ്ങനെ ഏത് ആഴ്ച അല്ലെങ്കിൽ ഏത് വീക്കാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് വീക്ക് എന്ന് ഇൻപുട്ട് ഫോമിൽ നമ്മൾ ഉപയോഗിക്കുന്നത്.
ഓക്കെ, അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു സെർച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു ലേബൽ ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ലേബൽ 4 എന്നുള്ള 4 ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. എന്താണോ നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തരേണ്ടത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സെർച്ച് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയിം നമുക്ക് ഇവിടെ വന്ന് എന്താണോ ഒരു ക്യൂ എന്താണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ID നമ്മളിവിടെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ബട്ടണാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ടൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ഞാൻ സബ്മിറ്റ് എന്നും ചേർത്ത് കൊടുത്തു. ഇതൊന്ന് ലോഡ് ചെയ്തു. നമുക്കിവിടെ എന്താണോ മെസ്സേജ് വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കൊറി ആയിട്ടാണ് നമുക്കിവിടെ വന്ന് സെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രത്യേകം കാര്യങ്ങൾ സെർച്ച് ചെയ്യേണ്ട രൂപത്തിലേക്കായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ റീസെൻ്റ്ലി നമ്മളിവിടെ സെർച്ച് ചെയ്തതൊക്കെ നമുക്കിവിടെ കാണിച്ചു തരും. ഈ രൂപത്തിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇൻപുട്ട് ടൈപ്പിൽ സെർച്ച് എന്ന ഭാഗം ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ഫോൺ നമ്പർ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അത് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു ലേബൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ യുവർ ഫോൺ നമ്പർ എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇൻപുട്ട് ടൈപ്പ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇൻപുട്ട്. ഓക്കെ, ഇതിൽ ഞാൻ ടെലഫോൺ എന്നുള്ളതിൻ്റെ ടെൽ എന്നാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ നെയിം ഞാനിവിടെ വന്ന് ടെൽ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് പാറ്റേൺ, അതായത് ഏത് രൂപത്തിലാണ് നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്യേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാറ്റേൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ പാറ്റേൺ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക 0 to 9 വരെയുള്ള വാല്യൂവേ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റൂ. അങ്ങനെ നമുക്ക് എത്ര ഭാഗം ആ ബോക്സിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഇന്ത്യൻ മൊബൈൽ വരുമ്പോൾ +91 അതായത് 91 എന്ന കോഡായിരിക്കും വരിക. അപ്പോൾ ആ കോഡ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ചെറിയൊരു ഡാഷ് ഇടുക. ഓക്കെ, എന്നിട്ട് വീണ്ടും നമുക്ക് അടുത്തത് മൊബൈൽ നമ്പർ ചേർത്ത് കൊടുക്കാനുള്ള ബോക്സാണ്. അപ്പോൾ നമുക്ക് 0 to 9 വരെ തന്നെയാണ് മൊബൈൽ നമ്പർ ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അത് നമുക്ക് 10 അക്ക നമ്പറാണ് സാധാരണ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ 10 അക്ക നമ്പർ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഈ രൂപത്തിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 10 എന്നും ചേർത്ത് കൊടുത്തു. ഇത് നിർബന്ധമായും ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ റിക്വയർഡ് എന്ന ഫീൽഡ് കൂടി ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത് നമ്പർ 0 to 9 വരെയുള്ള നമ്പറുകൾ മാത്രം ടൈപ്പ് ചെയ്യാൻ വേണ്ടി. അതേ രൂപത്തിൽ തന്നെ എത്ര നമ്പർ മാക്സിമം ഇതിൽ ഉൾക്കൊള്ളിക്കണം എന്നാണ് രണ്ടാമത്തെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഒരു ചെറിയ ഡാഷ് ഇട്ടതിന് ശേഷം നമുക്ക് അടുത്തത് 10 അക്ക നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഭാഗമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിർബന്ധമായിട്ടും ഈ ഫീൽഡ് ഫില്ല് ചെയ്യണം എന്ന രൂപത്തിലേക്കാണ് ഞാനിവിടെ റിക്വയർഡ് എന്നും ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മളിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിൻ്റെ ടെക്സ്റ്റ് ഞാൻ സബ്മിറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത് ഞാൻ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ +91 ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏത് ഫോർമാറ്റാണോ വേണ്ടത് ആ ഫോർമാറ്റിൽ തന്നെ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്ത് വരൂ. അതായത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ +91 എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഈ രൂപത്തിൽ മൊബൈൽ നമ്പർ എന്താണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കാം. അതായത് എത്ര നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം എന്നുള്ളത് ഫോർമാറ്റ് നമുക്കിവിടെ മെൻഷൻ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കാണുന്നവർക്ക് ഏത് രൂപത്തിലാണ് നമ്പർ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമ്മളൊരു നമ്പർ കൊടുക്കുമ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. അതായത് നമ്പറിൻ്റെ ഫോർമാറ്റ് കറക്റ്റായി നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രൂപത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന്
നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ 3 നമ്പർ ചേർത്തതിന് ശേഷം നമ്മൾ ഏതൊരു നമ്പർ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നമുക്കിവിടെ വന്ന് പ്ലീസ് മാച്ച് ദ ഫോർമാറ്റ് റിക്വസ്റ്റ്, അതായത് നമ്മൾ ഏത് രൂപത്തിലാണോ റിക്വസ്റ്റ് ചെയ്യുന്നത് ആ രൂപത്തിൽ തന്നെ നമുക്ക് നമ്പർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ടെൽ എന്ന കോളവും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.